മനുഷ്യദൈവങ്ങൾ അരങ്ങുവാഴുന്ന നാട്ടിൽ ഗോപൻ സ്വാമിയെയും കുടുംബത്തെയും വേട്ടയാടുന്നവർ ഈ വാർത്ത കാണുക. വളരെയേറെ കോളിളക്കമുണ്ടാക്കിയ ഒരു വിവാദമായിരുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന വാർത്തകൾ. ഈ വാർത്ത ആരും മറന്നിരിക്കുവാൻ ഇടയില്ല. 2025 ആണ്ട് ജനുവരി 9 തങ്ങളുടെ പിതാവായ നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകത്ത് സിദ്ധൻ വീട്ടിൽ 78കാരനായ ഗോപൻ സ്വാമി സമാധിയായി എന്ന് മക്കൾ പരിസര പ്രദേശങ്ങളിൽ പോസ്റ്റർ പതിച്ചതോടുകൂടിയാണ് വിവാദങ്ങളുടെ തുടക്കം. ഈ പോസ്റ്റർ കണ്ട അയൽവക്കക്കാർ ജനുവരി 9 മുതൽ ഗോപൻ സ്വാമിയെ കാണുവാനില്ലെന്നും അദ്ദേഹത്തെ ജീവനോടെ കുടുംബാംഗങ്ങൾ സംസ്കരിച്ചെന്ന് സംശയിക്കുന്നതായും കാണിച്ച് നെയ്യാറ്റിൻകര പോലീസിന് പരാതി നൽകി. മാധ്യമങ്ങളിൽ വലിയ വാർത്തകളും വന്നു, വിവാദമായി. പോലീസിന് പരാതി ലഭിച്ച സാഹചര്യത്തിൽ സമാധി പൊളിച്ച് പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി അന്വേഷണം നടത്തുവാൻ അവർ ഒരുങ്ങിയപ്പോൾ തുടക്കത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുണ്ടായി. അവരുടെ സഹായത്തിനായി ചില സാമുദായിക സംഘടനകളും രംഗത്തെത്തി. വീട്ടുകാർ തങ്ങളുടെ പിതാവിന്റെ സമാധി പൊളിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി വീട്ടുകാരുടെ ആവശ്യം നിരാകരിച്ചു. അന്വേഷണം തുടരുവാൻ പോലീസിന് അനുമതിയും നൽകി. ഒടുവിൽ ജനുവരി 16 പോലീസ് സമാധി പൊളിച്ചു. ഗോപൻ സ്വാമിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉള്ളതായി കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ജനുവരി 9 മുതൽ ഗോപൻ സ്വാമിയുടെ കുടുംബത്തെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കൊന്നു കൊല വിളിച്ചു. സമാനതകളില്ലാത്ത സൈബർ ആക്രമണത്തിനാണ് അവർ ഇരയായത്. ഗോപൻ സ്വാമിയുടെ മക്കൾക്കെതിരെയും ഭാര്യയ്ക്കെതിരെയും ട്രോളുകളുടെ പെരുമഴ തന്നെ ഉണ്ടായി. ഗോപൻ സ്വാമിയുടെ സമാധി വെച്ച് വിശ്വാസികളെ ആകർഷിക്കുവാൻ ശ്രമം ആരംഭിച്ചു എന്ന തരത്തിൽ വരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അവിടെ വരെ ഒന്ന് പോയി വിശദമായ ഒരു അന്വേഷണം നടത്താം എന്ന് തീരുമാനിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ വരെ പോവുകയുണ്ടായി. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ, മനസ്സിലാക്കിയ സത്യങ്ങൾ മുൻവിധിയില്ലാതെ ക്യാമറയിൽ പകർത്തി പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുകയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, വിലയിരുത്തുക. ഗോപൻ സ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ശരിയായിരുന്നോ എന്ന് വിലയിരുത്തുവാൻ ഞങ്ങൾ ആരുമല്ല. ഗോപൻ സ്വാമിയുടെ ചെയ്തികൾ ആധ്യാത്മികതയുടെ ത്രാസിൽ വെച്ച് തൂക്കി നോക്കി അതിനെ വിലയിരുത്തുവാനും ഞങ്ങൾ പ്രാപ്തരല്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഗോപൻ സ്വാമി എന്ന വ്യക്തിയുടെ ഭക്തി ആത്മാർത്ഥമായിരുന്നു. ഈശ്വരന് അദ്ദേഹം പരമസ്ഥാനം ജീവിതത്തിൽ നൽകിയിരുന്നു. മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സമാധിയും വീടും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും ഇദ്ദേഹം പണി കഴിപ്പിച്ച ആ ക്ഷേത്രം കാണിച്ചിരുന്നില്ല. നെയ്ത്ത് തൊഴിലാളിയായും ചുമട്ടുതൊഴിലാളിയായും പശുവിനെ വളർത്തിയും കഷ്ടപ്പെട്ട് കുടുംബത്തെ നന്നായി നോക്കിയ ആളായിരുന്നു ഗോപൻ സ്വാമി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. 25 കൊല്ലം കൊണ്ടാണ് ഗോപൻ സ്വാമി ഈ ക്ഷേത്രം പണിതത് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലെത്തിച്ചത്. പല പല തൊഴിലുകൾ ചെയ്ത് കിട്ടിയ പണം സ്വരുക്കൂട്ടി അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഓരോരോ പണികൾ തീർത്തു. തൻ്റെ വീട് പണിയുന്നതിനേക്കാൾ പ്രാധാന്യം അദ്ദേഹം നൽകിയത് ക്ഷേത്രത്തിനായിരുന്നു. ക്ഷേത്രം പണിത പണമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് ഈ കാണുന്ന വീടിനേക്കാൾ വളരെ വലിയ ഒരു വീട് പണിയാമായിരുന്നു. അതുപോലെ ഭൂരിഭാഗം സ്ഥലവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചുറ്റുമതിലും ഒക്കെയാണ്. ആദ്യം അദ്ദേഹം പൂജകൾ മറ്റും നടത്തുവാൻ ചെറിയൊരു ആലയം പണിതു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഗോപൻ സ്വാമി തൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ചത് ഈശ്വരനാണ്. ഈശ്വര സേവ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ഉപജീവന മാർഗമായിരുന്നില്ല, കച്ചവടമായിരുന്നില്ല. കൂലിപ്പണിയെടുത്തും പശുവിനെ വളർത്തിയും ഉപജീവനത്തിനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അല്ലാതെ ഇന്ന് പലരും ചെയ്യുന്നത് പോലെ ആത്മീയതയെ വയറ്റിപ്പിഴപ്പിനുള്ള ഒരു മാർഗമോ ഒരു വ്യവസായമോ ആയി അദ്ദേഹം കണ്ടിരുന്നില്ല എന്ന് വ്യക്തം. എന്നാൽ ഈ അവസരം മുതലെടുത്ത് അടുത്തുകൂടിയ ചില സംഘടനകൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തെ നന്നായി മുതലെടുക്കുവാൻ നോക്കി. ആദ്യം നമുക്ക് ഗോപൻ സ്വാമിയുടെ ആ വീടും ക്ഷേത്രവും ചുറ്റുപാടുകളും ഒക്കെ ഒന്ന് പെട്ടെന്ന് കാണാം.
അച്ഛൻ ശിവപ്രതിഷ്ഠ നടത്തി ക്ഷേത്ര നിർമ്മാണം നടത്തിയതിനെക്കുറിച്ച് ഇളയ മകൻ രാജസേനൻ പറയുന്നത് കേൾക്കുക. അച്ഛൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് എല്ലാവരും അങ്ങനെ ആ സമയം ഉണരത്തില്ല. വെളുപ്പാങ്കാലം ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതായത് പുലരാൻ 7:30 നാഴിക കിടക്കുന്ന സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മം ഉണരുന്ന സമയമാണ്. ആ സമയം സാധാരണ ആരും എണീക്കാറില്ല. 3:30, അതായത് ഒരു 2:30 മണിയാകുമ്പം തൻ്റെ സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി ഒരു 3 മണിയോടുകൂടി തൻ്റെ ശ്രീകോവിൽ തുറന്ന് ഭഗവാനെ ആരാധിക്കുന്ന, ഭഗവാനെ അഭിഷേകം കഴിഞ്ഞ് ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ നിവേദ്യമെല്ലാം കൊടുത്തതിന് ശേഷം തൻ്റെ കർമ്മങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിലാണ്. അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ്. അപ്പം ചുമട് ചുമന്ന് തന്നെ കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ച് തന്നെയാണ് അച്ഛൻ ഇത്രയും ഒരു മഹാക്ഷേത്രം ചെയ്തത്. അത്രയും. പിന്നെ കുറച്ച് ആൾക്കാർ സഹായിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല, സഹായിച്ചവരുണ്ട്. കുറച്ചൊക്കെ പൈസ കൊടുത്ത്, ധനങ്ങൾ കൊടുത്ത്, അച്ഛൻ്റെ ആ കഷ്ടപ്പാട് കണ്ടിട്ട് കൊടുത്ത ധനം സഹായിച്ചവരുണ്ട്. 500ഉം 1000ഉം ഒക്കെ അവർ അച്ഛനെ അങ്ങനെ സഹായിച്ചവരുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം വന്നപ്പോൾ അങ്ങനെ സഹായിച്ചവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അച്ഛനും ഉണ്ട്, നമുക്കും ഉണ്ട്. അപ്പം അച്ഛൻ ഈ ഒരു ക്ഷേത്രം, പിന്നെ അച്ഛന് ഈ ഫർണിച്ചർ പണിയുണ്ടായിരുന്നു. ഈ എവിടെയെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്ന് മുറിച്ച് കഷ്ടപ്പെട്ട് അതിനെ ചുമന്ന് ഫർണിച്ചറാക്കി അതിനെ വിൽക്കും. അങ്ങനെ ഒരുപാട് വിറവ് കച്ചവടം, അങ്ങനെ അത്രയും യാതനകളും കഷ്ടപ്പാട് സഹിച്ച് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഉറക്കം കുറവാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് അച്ഛൻ തൻ്റെ ഭഗവാനെയും സേവിക്കുക, തപസ് ചെയ്യുക, ധ്യാനിക്കുക. ഭഗവാനെ ധ്യാനിച്ച് കിട്ടുന്ന സമയം, അത് കുറച്ച് സമയമുണ്ടെങ്കിൽ ആ കുറച്ച് സമയം കുളിച്ച് ശുദ്ധിയായി ഓടി വന്ന് ധ്യാനവും തപസ്സും. ഇവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. എല്ലാ നാടിന് മൊത്തം അറിയാം. പക്ഷേ ഇവിടെ ദേവി നാലമ്പലത്തിൻ്റെ മതിൽ വന്നപ്പോൾ ആ ഗുഹയെ പൊളിച്ച് കളയുകയും, ഭഗവാൻ ഇരിക്കുന്നിടത്ത് ഞാൻ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഗുഹയെ അച്ഛൻ പൊളിച്ചു ഇവിടെ മതിൽ ചെയ്തു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ മതിലാണ് അവിടെ വരുന്നത്. അങ്ങനെ അത് പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഋഷിപീഠം ചെയ്ത് അവിടെ ധ്യാനിക്കാൻ പോയിരുന്നത്. ഇപ്പോൾ കിട്ടുന്ന സമയമെല്ലാം ഭഗവത് സേവയും തൻ്റെ അധ്വാനവും. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠയാണ്. ഷടാധാരം ചെയ്ത് തൻ്റെ അതായത് ഈ ഭൂമിക്കടിയിലുള്ള ജലത്തെ കണ്ടുപിടിച്ച് അവിടെ നിന്നും 5 തീർത്ഥങ്ങൾ, പുണ്യ തീർത്ഥങ്ങൾ, അതായത് പിന്നെ കാശി, ഗംഗോത്രി, പാവനാശം, കല്യാണ തീർത്ഥം എടുത്തു. പിന്നെ അതുപോലെ കൈലാസം, മാനസരോവരം, ഇങ്ങനെ 5 തീർത്ഥങ്ങൾ എടുത്താണ് ഈ ഷടാധാരം ചെയ്ത മഹാലിംഗ പ്രതിഷ്ഠ. ഇത് ഈ ക്ഷേത്രത്തിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ 2 വാതിലുകളാണ്. ഗർഭഗ്രഹ ക്ഷേത്രം എന്ന് പറയും. ഭഗവാൻ ഗർഭഗ്രഹത്തിനകത്താണ് ഈ ക്ഷേത്രം ചെയ്യുന്നത്. അപ്പോൾ ഇടനാഴി ഉൾപ്പെടെയുള്ള ക്ഷേത്രമാണ്. അപ്പം ഇത് ഏകദേശം 3/4 ശിലയുടെ കൃഷ്ണശിലയിലാണ്. അതായത് ഈ ക്ഷേത്രത്തിലെ ദ്വാരപാലകർ പോലും കല്ലാണ്. വീരഭദ്രനും ഭൈരവനും ഭഗവാന്റെ 2 കാവൽക്കാരാണ്. അതുപോലും കല്ലിലാണ് എല്ലാം ചെയ്തിരിക്കുന്ന സോപാനങ്ങൾ. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും മയിലാടിയിൽ നിന്ന് വന്ന ശില കൊണ്ടാണ് ഏകദേശം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പോലും. അപ്പോൾ അത്രയും ഒരുപാട്, പണ്ടിവിടെ റോഡൊന്നും ഇല്ലായിരുന്നു. എല്ലാം അങ്ങ് വഴിയിലിറക്കിയിട്ട് അവിടെ നിന്ന് ചെമന്നാണ്. ഇപ്പോഴാണ് റോഡെല്ലാം വന്നത്. പണ്ടെല്ലാം അത്രയും സാധനങ്ങൾ, ചുടുകല്ലായിരുന്നാലും എന്ത് സാധനമായിരുന്നാലും അത്രയും കഷ്ടപ്പെട്ട് ചെമന്ന് ഇവിടെ കൊണ്ടുവച്ചാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത്രയും യാതന സഹിച്ച് ഈ ഒരു ഭഗവാനെ പ്രതിഷ്ഠ ചെയ്ത് ആരാധിച്ച് തന്നെയാണ് അച്ഛൻ ഈശ്വരനെ ലയിക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് തൻ്റെ ജീവിതം ഭഗവാനെ ലയിപ്പിക്കണമെന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യബോധം ശരിക്കും അത് വിജയിക്കുക തന്നെ ചെയ്തു. 25 വർഷം എടുത്ത് ഈ അമ്പലത്തിൻ്റെ പണി തീരെ. കുറച്ചാദ്യം ഫൗണ്ടേഷൻ ഇടും, കുറച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഭിത്തി വയ്ക്കും, പിന്നെ അവിടുത്തെ അച്ഛൻ ദ്വാരപാലകര കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്ത് വയ്ക്കും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വാർക്കാനുള്ളത്, ഇങ്ങനെ ഓരോ ഘട്ടപ്പണിയും ഓരോ സ്റ്റെപ്പ് വർഷങ്ങളെടുത്ത് 25 വർഷത്തോളം എടുത്തു അധ്വാനം ചെയ്ത് ഈ അമ്പലം പൂർത്തിയാക്കാൻ. മകനായ എൻ്റെ അടുത്ത് ഇനി അമ്പലം എങ്ങനെ ആകണം, അതായത് ഇനി എൻ്റെ കാലശേഷം ഈ അമ്പലത്തിനെ ഏത് രീതിയിൽ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ ആവുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു അമ്പലമാവും, മഹാക്ഷേത്രത്തിൻ്റെ കണക്കെടുത്തിട്ടാണ് ഈ അമ്പലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മഹാക്ഷേത്രം സമാധിയായതിനു ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച 10 മടങ്ങ് വർദ്ധിക്കും. ഈ മഹാക്ഷേത്രം ഇനി ലോകം അറിയുമെന്ന് തന്നെയാണ് പറഞ്ഞു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ഭഗവാൻ എല്ലാവരും അറിയും, അതുപോലെ അറിയുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ പണികൾ ഇനി ഒരുപാടുണ്ട്. ഗണപതിയുടെ അമ്പലമുണ്ട്, ദേവിയുടെ അമ്പലമുണ്ട്, ഉപദേവതകൾ എല്ലാം ഉണ്ട്. അതെല്ലാം ഇനി എങ്ങനെയെല്ലാം ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞു. എൻ്റെ സ്കെച്ച് പ്ലാൻ എല്ലാം ഇവിടെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇനി എല്ലാം അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പണികൾ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ വാനം വെട്ട്, കിണർ കുഴിക്കുന്നത്, അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം അച്ഛനെ കൊണ്ട് കഴിയുന്ന, അച്ഛൻ സിമൻറ്റിൻ്റെ പണിയൊക്കെ കുറേയൊക്കെ ചെയ്യും. മേശിരി പണിയൊക്കെ അച്ഛൻ അറിയാമെന്നുള്ള രീതിയിൽ അച്ഛൻ മേശിരി പണികളൊക്കെ ചെയ്യും. പിന്നെ ക്ഷേത്രത്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേവള, അതായത് ഈ നമ്മുടെ പ്ലേവള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ് ക്ഷേത്ര ശില്പിയായിരുന്നു.
അച്ഛൻ അങ്ങനെ ഒരു സഹായം അവിടെ നിന്ന് കിട്ടി. അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അതായത് എൻ്റെ മാമനാണ്. അപ്പം ഭർത്താവാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി. നേസമണി എന്ന് പറയും ആ ശില്പി. ഇപ്പം ജീവനോടെ ഇല്ല, ആൾ മരിച്ചു. അപ്പം നേസമണിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പം. ഇത്രയും കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം ടച്ചും പ്ലാനും എല്ലാം എടുത്ത് ക്ഷേത്രത്തിൻ്റെ എല്ലാ നിർമ്മാണങ്ങളും ചെയ്ത ആ ശില്പിയാണ്. അച്ഛനും കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹായവും കൂടെ എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ചെയ്താണ് ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഈശാന കോണയിലാണ് ഈ കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഈശാന കോണിലാണ് ഈ ക്ഷേത്ര കിണർ നിർമ്മാണം. അപ്പോൾ ഈ കിണറിന് പറയുന്ന പേരാണ് മണിക്കിണർ എന്ന് പറയും. അപ്പോൾ ഈ കിണറിൻ്റെ നിർമ്മാണം പോലും എൻ്റെ അച്ഛനാണ് ഒറ്റയ്ക്ക് ഇത് വെട്ടണത്. അങ്ങനെ ഈ കിണർ വെട്ടിയാണ് ഈ കിണറിനെ ഇതാക്കി. ക്ഷേത്ര ശില്പിയായ അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരി ഭർത്താവാണ് ഈ ശില്പങ്ങളെല്ലാം ചെയ്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ മണിക്കറിന് വേണ്ട ഈ ഒരു ഇത്രയും നല്ല ഭംഗിയായിട്ട് വർഗങ്ങളും ചെയ്ത് പത്മപാതകം അടക്കം ചെയ്ത് ഇതിനെ അത്രയും വൃത്തിയാക്കി വെച്ചത് ആ ശില്പിയാണ്. ശില്പിയുടെ കരവിരുതാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു കഷ്ടപ്പാട് ഈ കിണറിനുണ്ട്. അത്രയും പവിത്രമാണ്. ഇതിൻ്റെ കിണറിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ പാറയാണ്. അപ്പം ഇതിൻ്റെ ഊറ്റെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശ്രീകോവിൽ നിന്നും വരുന്ന ആ ഒരു ഊറ്റാണ് ഇതിലേക്ക് പ്രവഹിക്കുന്നത്. ഭഗവാന്റെ ശ്രീകോവിൽ നിന്ന് അകത്ത് വരുന്ന ഒരു ഊറ്റാണ് ഇതിൽ നിന്ന് ഈ ഒരു കിണറിലേക്ക് പ്രവാഹം. അത് അടി പാറയാണ്. ഇത് അത്രയും നല്ല പവിത്രമായ ഗംഗാജലം പോലെയാണിത്. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പോലും ക്ഷയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ദേവശരീരമാണ്. അതായത് ഭഗവാൻ കുടിയിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം ഭഗവാൻ എപ്രകാരമാണ് ദേവചൈതന്യത്തിന് കുടിയിരിക്കുന്ന ആ ഭഗവാനെ വിറ്റിട്ട് കാശുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടിട്ടല്ല, ഭഗവാനിൽ കിട്ടുന്ന വരുമാനം എടുത്തിട്ടല്ല ജീവിക്കാൻ. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഭഗവാനെ സേവിക്കേണ്ടതും ഭഗവാനെ ആരാധിക്കേണ്ടതും. അത് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുടുംബം പോറ്റാൻ. അത് ഭഗവാന്റെ കാശെടുത്തിട്ടല്ല കുടുംബം പോറ്റുള്ളൂ, അധ്വാനിച്ചിട്ട് വേണം കുടുംബം പോറ്റാൻ. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് അധർമ്മമാണ്, ധർമ്മമല്ല. ക്ഷേത്രങ്ങളെ ഒരുപാട് പേര് അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈശ്വരനെ വെച്ചിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ഇതൊരു ആശ്രമമായിരുന്നു. ശിവജ്യോതി അച്ഛൻ്റെ ഗുരുവായിട്ടുള്ള കോമ്പൈ ഗുരുവായിരുന്നു അച്ഛൻ്റെ ഗുരു. അപ്പം ഗുരുവായിട്ടുള്ള ഈ ആശ്രമത്തിൻ്റെ പേര് പോലും ഇപ്പം നിലനിൽക്കുന്നത് ഈ ഒരു ആശ്രമം പോലെയായിരുന്നു. അതായത് ഇതൊരു ആശ്രമം, ധ്യാനിക്കുവാനുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ഇതിൻ്റെ പേരിട്ടിരിക്കുന്ന ഒരു ശിവജ്യോതി കോമ്പൈ സിദ്ധാശ്രമം എന്നായിരുന്നു ഇതിന് ആദ്യത്തെ പേര് നാമകരണം ചെയ്തത്. അപ്പം ഈ നാമകരണം ചെയ്തിട്ട് അച്ഛന് ഭഗവാനെ ആരാധിക്കണം. അപ്പം അതായത് ഇവിടെ 25 വർഷമായ ആ ക്ഷേത്രം പണി കഴിഞ്ഞിട്ട്, പക്ഷേ ഈ ഒരു 25 ഒരു 30ഓളം വർഷം വരും. അതായത് ഇവിടെ ആയിരുന്നു അച്ഛൻ ആദ്യം ഭഗവാനെ പ്രതിഷ്ഠ ചെയ്ത് പൂജ വെച്ച് ആരാധിച്ചത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ആ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത്. നമുക്ക് പണ്ട് ഇവിടെ ഒരു ഷീറ്റിട്ട വീടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 4 ലക്ഷം ഭവന പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ 4 ലക്ഷത്തിൻ്റെ ഭവന പദ്ധതിയിലാണ് ഈ വീട് നമുക്ക് കിട്ടുന്നത്. ആദ്യം നമുക്കൊരു ഷീറ്റിട്ട വീടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കെട്ടിടം ഭഗവാനെ ആരാധിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഗോപൻ സ്വാമി ഒരു ഉന്നത കുലജാതനോ ആത്മീയ കച്ചവടം നടത്തി ഒരു കോടീശ്വരനോ ആയിരുന്നെങ്കിൽ ഈ വിവാദമൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആരും ഇതുപോലെ ഇവരുടെ മേൽ കുതിര കയറുവാൻ പോവുകയും ഇല്ലായിരുന്നു. രാഷ്ട്രീയക്കാർ ഇവർക്ക് വേണ്ടുന്ന പരിചയ ഒരുക്കി കൊടുക്കുമായിരുന്നു. അന്നും ഇന്നും ഈ കുടുംബം പശുവിനെ വളർത്തി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് ഇവരുടെ ആ കാലിത്തൊഴുത്തു കൂടി ഒന്ന് കാണാം. ഉപജീവന മാർഗമായിട്ട് പശു വളർത്തലാണ്. അങ്ങനെ സുരേഷ് ഗോപി സാറ് വാങ്ങിച്ചു തന്ന 2 പശുവാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരം ഒന്ന് പറഞ്ഞ് ഈ 2 പശുവിനെ സാറാണ് വാങ്ങിച്ചു തന്നത്. പിന്നെ ഈ പശുവിൻ്റെ കറവയ്ക്ക് നമ്മൾ കറവക്കൂലി കൊടുത്ത് ഒരാളെ നടത്തി കഴിഞ്ഞാൽ അത് അത്രയും പൈസ നമുക്ക് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു കറവ മിഷ്യൻ വാങ്ങിച്ചിട്ടാണ് കറക്കുന്നത്. നമ്മുടെ ഉപജീവനം പശു വളർത്തലാണ്. ഈ കൊടങ്ങാവള മണലൂർ സൊസൈറ്റിയിലാണ് നമ്മൾ പാല് കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു 1 ലിറ്ററിന് 41 രൂപ അടുപ്പിച്ച് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സബ്സിഡി ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ കിട്ടും. നമ്മുടെ ഉപജീവനം മാർഗം നോക്കി നമ്മൾ ഫുള്ള് വെജിറ്റേറിയനാണ്. ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ട് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ഫുൾ വെജിറ്റേറിയനാണ്. മത്സ്യ മാംസാദികൾ മുട്ട ഒന്നും കഴിക്കത്തില്ല. നമ്മൾ ഫുൾ വെജിറ്റേറിയനാണ്. ഭഗവാന് നമ്മുടെ ഉപജീവനം ഇതിൽ നിന്ന്, ഈ പശു വളർത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ വരുമാനം ഭഗവാന് പൂജ ചെയ്യുവാനും വേണ്ടി ആരാധിക്കുവാനും അതിൽ നിന്ന് കിട്ടുന്നതിനടുത്ത് നമ്മൾ ഭഗവാന്റെ ആരാധനയും കൂടെ ചെയ്തു പോകുന്നുണ്ട്. മതി, അതിൽ നമ്മൾ സന്തോഷമാണ്.
പൂർണ്ണമായിട്ട് സന്തോഷമാണ്. അങ്ങനെ ജീവിക്കാനാണ് താല്പര്യം. ഗോപൻ സ്വാമിയെ കൊണ്ട് നാട്ടുകാർക്ക് ഉപകാരമല്ലാതെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പണ്ട് ഒറ്റയ്ക്കുണ്ടാക്കിയ ഈ റോഡ് വന്നതുകൊണ്ടാണ് പിന്നീട് ഇതിനോട് ചേർന്ന് പല ഉപറോഡുകളും ഇപ്പോൾ വന്നത്. അതുപോലെ കാവിൽ ഇദ്ദേഹം നടത്തിയ നാഗപ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയും ഒക്കെ നമുക്കൊന്ന് കാണാം. ഈ റോഡ് ഒരിക്കലും ക്ഷേത്രത്തിലേക്ക് തരൂല എന്ന് പറഞ്ഞു ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് പറഞ്ഞത്. അപ്പം പക്ഷെ അച്ഛൻ അത് കോർട്ട് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഓർഡറൊക്കെ ഇട്ടിട്ട് അവർ പോയി കേസ് കൊണ്ടു കൊടുത്ത് ഇഞ്ചക്ഷൻ ഓർഡർ ഇട്ട് ആ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് ട്യൂബ് ലൈറ്റെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ചാണകം എല്ലാം റോഡിൽ കോരി ഒഴിച്ച് ഈ റോഡിനെ ക്ലോസ് ചെയ്ത് മരങ്ങളെല്ലാം മുറിച്ച് പറക്കിയിട്ട് റോഡിനെ ക്ലോസ് ചെയ്തിട്ട് ഒരിക്കലും റോഡ് തരില്ല എന്ന് പറഞ്ഞ് കേസ് പോയി. അപ്പോൾ അച്ഛനും തിരിച്ച് കേസ് കൊടുത്തു. അപ്പം നമുക്ക് ഇവിടെ പുരാതനമായിട്ടുള്ള ഇവിടെ ഒരു റോഡുണ്ട്, ഇവിടെ ഒരു വഴിയുണ്ട് എന്ന് നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ഇവിടെ അറിയായിരുന്നു. ആ വില്ലേജ് ഓഫീസറും കൂടെ കോർട്ടിൽ വന്ന് പറഞ്ഞു ഇവിടെ ക്ഷേത്രത്തിലേക്ക് ആ റോഡുണ്ട്, വരാനുള്ള വഴി പാതയുണ്ട്, അത് അടയ്ക്കാൻ പറ്റില്ല. അപ്പം കോർട്ടിൽ അച്ഛന് തന്നെയാണ് അത് അനുകൂലമായിട്ട് വന്നത് ഈ റോഡ്. അച്ഛൻ ഈ റോഡ് അച്ഛന് കിട്ടിയതിന് ശേഷം ഈ റോഡിന് അച്ഛൻ ഒറ്റയ്ക്ക് കുട്ടമണ്ണ് ചുമന്ന് അച്ഛൻ ഈ റോഡിന് മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് മുനിസിപ്പാലിറ്റി ഇട്ട് ഇതുവരെ കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചത്. ഈ റോഡെല്ലാം വരാൻ കാരണം അച്ഛൻ കേസ് പറഞ്ഞ് കോർട്ടിൽ പോയി അത്രയും കേസ് പറഞ്ഞ് പണം ചെലവാക്കി വന്ന് എടുത്തതിന് ശേഷമാണ് ഈ ലിങ്ക് റോഡെല്ലാം വന്നത്. അല്ലെ നാട്ടുകാർക്ക് ഈ ഒരു ക്ഷേത്രം കൊണ്ടും ഈ റോഡ് കൊണ്ടും എല്ലാം കൊണ്ടും അവർക്ക് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ. അച്ഛനെ കൊണ്ട് ഒരു ദോഷവും ആക്കും ഉണ്ടായിട്ടില്ല ഇവിടെ. ഇത് കാണുന്നത് ഇപ്പോൾ കാണുന്നത് അച്ഛൻ പുരാതന കാവാണ്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നാഗര് കാവാണ്. ഈ കാണുന്നത് ഇതാണ് ചരിത്ര പ്രസിദ്ധമായ പുരാതന കാവാണ്. ഇവിടെ ഗണപതിയാണ്, ഗണപതി നാഗരാജാവ് ഭഗവാന്റെ ഭൂഷണമായ വാസുകി, നാഗേഷി, നാഗകന്യ, മഹാഗണപതിയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു കാവ് ഇത് ഇപ്പുറത്ത് കാണുന്നത് ഒരു മുസ്ലിംസിൻ്റെ വസ്തുവാണ്. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ റെയിൽ എസ്റ്റേറ്റുകാർക്ക് ഈ കംപ്ലീറ്റ് ഇവർക്ക് ഫ്ലോട്ട് തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാവ് അവർക്കൊരു ശല്യമായിട്ട് വന്നു. ഇതിരിക്കുന്നുണ്ട് അവർക്ക് വിറ്റ് പോവാത്ത ഒരവസ്ഥയിലോട്ട് വന്നു. വിറ്റ് പോകാതെ വന്നപ്പോഴത്തേക്കും അവർക്ക് ഇതിനെ പൊളിച്ച് കളയണം. അപ്പോൾ അങ്ങനെ അവർ കളക്ടറിൽ പോയി ഇതിവിടെ നാഗപ്രതിഷ്ഠ വയ്ക്കാൻ പാടില്ല, അത് പൊളിച്ച് കളയണം. അവരങ്ങനെ പോയി മുനിസിപ്പാലിറ്റി പോയി പോലീസിൻ്റെ അടുത്ത് പോയി, പോലീസിൽ ഇപ്പോഴും പോയാൽ അതിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിട്ട് അപ്പോൾ പുരാതന കാവിനെ നശിപ്പിക്കുവാൻ പാടില്ല, ഒരിക്കലും ക്ഷേത്രത്തിൻ്റെ കാവുകളെ നശിപ്പിക്കാൻ പാടുള്ള നിയമമുണ്ട്. അങ്ങനെ അത് പൊളിച്ച് കളയാൻ പറ്റിയില്ല അവർക്ക്. അവരെ കൊണ്ട് പോയിട്ട് പോലും എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല. അങ്ങനെ ശക്തി ആർജിച്ച് അതിപുരാതനമായ വിളിയാക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള പുരാതന കാവാണ്. ഇവിടെ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ടാവും. അത്രയും ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാവാണ്. അതുകൊണ്ടാണ് ഇതിനാകെ നശിപ്പിക്കാൻ പറ്റാത്തത്. അതായത് ഈ ക്ഷേത്രം കൊണ്ടും ഈ റോഡ് കൊണ്ടും അച്ഛനെയും നമ്മളെ കൊണ്ടും എല്ലാം കൊണ്ടും നമ്മളെ കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഉപദ്രവം ഉണ്ടായിട്ടില്ല. ചരിത്രപ്രസിദ്ധമായ കാവുകളാകും പുരാതന കാവും നാഗരികാവും കൈലാസനാഥ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിപുരാതനമായ കാവിൽ കുടികൊള്ളുന്ന മഹാഗണപതിയാണ്, അച്ഛൻ പ്രതിഷ്ഠിച്ച മഹാഗണപതിയാണ് ഇതായിരിക്കുന്നത്. എല്ലാ ഭക്തർക്കും വിശ്വാസവും അതുപോലെ തന്നെ ഭക്തിയാദരവുള്ള മഹാഗണേശനാണ്, ബാലഗണപതിയാണിത്. ഇനി നമുക്ക് ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച ശേഷം വീണ്ടും ഉണ്ടാക്കിയ ആ ശവകുടീരം ഒന്ന് കാണാം. അച്ഛൻ്റെ അച്ഛൻ, അതായത് ഒരു 3 തലമുറയ്ക്ക് മുമ്പേ അദ്ദേഹം മരുത്വമല സമാധിയായിട്ടുണ്ട്. അപ്പം പിന്നെ അതിൽ നിന്നുമാണ് ഈ ഈശ്വരനേക്കുള്ള വഴി അറിയുന്നത്. അപ്പൂപ്പനിൽ നിന്നാണ് എൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെക്കുള്ള പോകാനുള്ള വഴി അറിയുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അതായത് അപ്പൂപ്പനായിരുന്നു ആ ഒരു ശിഷ്യത്വം സ്വീകരിക്കുന്ന രീതിയിൽ ഈ ആത്മീയവുമായിട്ട് ഈശ്വരനുമായിട്ട് എങ്ങനെ കണക്ഷൻ ഉണ്ടാവാമെന്ന് പഠിക്കുന്നത് തന്നെ അപ്പൂപ്പനിൽ നിന്നാണ്. അപ്പോൾ 16 വയസ്സ് മുതലേ ഈ ഈശ്വരനെ എങ്ങനെ കാണാം, തൻ്റെ ശരീരത്തിലിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ മനസ്സിലാക്കാം, തൻ്റെ പ്രാണനെ എങ്ങനെ അറിയാൻ പറ്റും, പ്രാണൻ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ എങ്ങനെയാണോ അത് എവിടെയൊക്കെയാണ്, തൻ്റെ ശരീരത്തിലെ 6 ആധാര ചക്രങ്ങളുണ്ട്, 6 ആധാര ചക്രങ്ങൾ ശരീരത്തിൽ എവിടെയാണ്, കുണ്ടലിനി ശക്തികൾ എന്താണ് എന്നൊക്കെ പഠിക്കുന്നത് തന്നെ തൻ്റെ അപ്പൂപ്പനിൽ നിന്നാണ്. 16 വയസ്സ് മുതലേ അന്വേഷിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ, നാനാ സ്ഥലങ്ങളിൽ ഹിന്ദു ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചു. കൈലാസം, അതുപോലെ തന്നെ
പിന്നെ അമൃതാദ് കാശ്മീർ പോകാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നുമില്ല. സന്യാസി മരുത്തോമല ഒരുപാട് സന്യാസി ശ്രേഷ്ഠമിൽ നിന്നും അറിവുകൾ സമ്പാദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈത്താമൊഴി, അതായത് നാഗർകോവിലിനപ്പുറം ഈത്താമൊഴി എന്ന സ്ഥലത്ത് കോമ്പൈ ഗുരുവെന്ന് പറയുന്ന ആ ഒരു സ്വാമിയിൽ നിന്നാണ് ആദ്യത്തെ ഇതിൻ്റെ ആത്മജ്ഞാനം നേടുന്നത്. ആത്മജ്ഞാനം എന്നാൽ അത് ബ്രഹ്മജ്ഞാനമാകുന്നു. ആ ബ്രഹ്മജ്ഞാനം നേടുന്നത് ആ ഒരു സ്വാമിയിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനം. അപ്പോൾ ഈശ്വരൻ എന്താണ്, ഈശ്വരൻ എങ്ങനെയെല്ലാം തൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് കുടികൊള്ളുന്നത്. ഈശ്വരൻ നമുക്ക് 2 തൂണുകളുള്ള ഒരു ശരീരം തന്നിട്ടുണ്ട്. എന്തിനാണ്? അത് പ്രാണന് ഇരിക്കുവാനുള്ളൊരു വീടാണ്. തൻ്റെ ശരീരം എന്ന് പറയുന്നത് പ്രാണന് കുടികൊള്ളുന്നുള്ള അവരെ ഗ്രഹമാണ്, വീടാണത് ഈ ശരീരം. അപ്പോൾ ഈ ശരീരം നശ്വരമാണ്, അത് നശിച്ചു പോവേണ്ട ഒരവസ്ഥയാണ്. അപ്പം തൻ്റെ ആ ശരീരത്തിൽ വസിച്ചിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ കണ്ടെത്താം, ആ ഈശ്വരനെ എങ്ങനെ കണ്ടെത്താം, ആ ഈശ്വരനെ എങ്ങനെ ലയിക്കാം എന്ന് അന്വേഷിച്ച് ഒരുപാട് സ്വാമിമാരിൽ നിന്നെല്ലാം ആത്മജ്ഞാനം നേടിയാണ് അച്ഛൻ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. പഴയ പുരാതന കാവാണിത്. അപ്പോൾ ഈ ഒരു ദേവചൈതന്യം കുടികൊള്ളുന്ന ഈ കാവ് വിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിൽ ഈശ്വരൻ്റെ സാന്നിധ്യം അറിയുകയും തപസ്, ധ്യാനം, അതുപോലെ തന്നെ ഭഗവാന്റെ ഈശ്വരോപാസന ഇവയെല്ലാം ചെയ്ത് ഭഗവാനെ ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത് ഭഗവാനെ ഇവിടെ കുടിയിരുത്തി തൻ്റെ ധ്യാനവും ഉപാസനയും എല്ലാം കൊണ്ടും തപസ് കൊണ്ടും തൻ്റെ സിദ്ധി വൈഭവങ്ങളോടുകൂടി തന്നെയാണ് സ്വാമി ഇവിടെ സമാധിയായിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യൻ ജനിച്ച് കഴിഞ്ഞാൽ തൻ്റെ കർമ്മം കൊണ്ട് വേണം ഈശ്വരനെ പ്രാപിക്കാൻ. കർമ്മയോഗം, അതായത് കർമ്മം, താൻ ചെയ്യുന്ന കർമ്മത്തിൽ, അതായത് കർമ്മം ചെയ്ത് കുടുംബം നോക്കിയിട്ട് വേണം തൻ്റെ സന്യാസം, വാനപ്രസ്ഥം പോലെയുള്ള സന്യാസത്തിലേക്ക് കടക്കുവാൻ. അതായത് പിന്നെ കുടുംബമില്ലാതെ പാർവതിയും പരമശിവന് പോലും കുടുംബം ഉണ്ടായിരുന്നു. അദ്ദേഹം യോഗിയാണ്, വൈരാഗിയാണ്. അതുപോലെ തന്നെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഈശ്വരനെ നമുക്ക് പ്രാപിക്കാൻ സാധ്യമുള്ളൂ. അല്ലാതെ ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തെ അറിയുക എന്നാണ്. ആരാണോ ബ്രഹ്മത്തെ അറിയുന്ന അവനവനാണ് ബ്രഹ്മചാരി. അപ്പം ഒരു കുടുംബത്തെ നല്ലതുപോലെ കൊണ്ടുപോയി അതിൽ നിന്നും കിട്ടുന്ന കർമ്മം ചെയ്ത് അതായത് അധ്വാനം ചെയ്ത് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് കുടുംബം നോക്കുകയും അതുപോലെ അതിൽ നിന്ന് കിട്ടുന്നത് എടുത്ത് ഭഗവാനെ സേവിക്കുകയും ഭഗവാന്റെ പാദസേവയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ കർമ്മം ചെയ്യാതെ ആർക്കും ഒരു തലത്തിലും എത്താൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. ഒരു സ്വാമിക്കും ഇരുന്നു കൊണ്ട് വെറുതെ തപം ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പം തൻ്റെ കർമ്മം ചെയ്ത് വേണം, അധ്വാനിച്ച് തൻ്റെ ഈശ്വരനെ ഉപാസിച്ച് ഈശ്വരൻ്റെ പാദസേവ ചെയ്ത് പോയാൽ മാത്രമേ ഈശ്വരനെ ലക്ഷ്യസ്ഥാനത്ത്, അതായത് ഈശ്വരനെ ലയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് സത്യം. മഹാക്ഷേത്രം നിർമ്മിക്കണം. മഹാക്ഷേത്രം നിർമ്മിച്ച് അതിൽ എനിക്ക് ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത് ഭഗവാനെ പൂജിക്കണം എന്നുള്ള അച്ഛൻ്റെ ആ ഒരു ലക്ഷ്യം സാധിച്ചു. അച്ഛൻ അത് ഈശ്വരനെ ലയിക്കുവാനുള്ള ഒരു ഉദ്ദേശം അച്ഛൻ പൂർത്തിയാക്കിയത് ഉള്ള സത്യം തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. അച്ഛൻ എന്താണോ അച്ഛൻ സമാധി ആവുമെന്ന് അച്ഛന് അറിയാം. സമാധി അതുകൊണ്ട് മാത്രമാണ് ഋഷിപീഠം എന്ന് പറയുന്ന ഈ 2010 ചെയ്തിരിക്കുന്നതാണ് ഋഷിപീഠം. ഈ 2010 ഈ ഋഷിപീഠം സ്ഥാപിച്ചത്. ആ ഋഷിപീഠം നേരത്തെ സമാധിയാവും, തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കും. എനിക്ക് സ്വർഗവാതിൽ ഏകാദശിയാവുമ്പോൾ എനിക്ക് സമാധിയാകാൻ പറ്റും എന്നുള്ള ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം തീർച്ചയായിട്ടും ഭഗവാനിൽ ലയിക്കുവാൻ സാധിച്ചു. അത് സമാധി കർമ്മങ്ങൾ ചെയ്യേണ്ടത് അച്ഛൻ നിർദ്ദേശിച്ചിട്ടുള്ള എന്നെയായിരുന്നു. അപ്പം ഞാനിവിടെ ക്ഷേത്ര പൂജാരിയാണ്. അച്ഛൻ എനിക്ക് പൂജാതി കാര്യങ്ങളും സമാധിയെക്കുറിച്ചുള്ള ജ്ഞാനവും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാധി എങ്ങനെ ചെയ്യണം, സമാധിയുടെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നേരത്തെ കൂട്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് അച്ഛൻ എനിക്ക് അറിവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അറിവ് പകർന്നു തന്നിട്ട് അതേ പ്രകാരം തന്നെയാണ് സമാധിയുടെ ചടങ്ങുകൾ അത് മകനായ ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ, അച്ഛൻ്റെ ആജ്ഞ അത് കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ ആ സമാധിയുടെ ചടങ്ങുകൾ അങ്ങനെയാണ് ചെയ്തത്. അവസാനമായി നമുക്ക് ഗോപൻ സ്വാമി സമാധിയാകുന്നതിന് മുമ്പ് നടത്തിയ മുൻ ഒരുക്കങ്ങളെക്കുറിച്ച് മകൻ രാജസേനനിൽ നിന്നും അറിയാം. കാലത്ത് അച്ഛൻ എന്നും പതുപോലെ അച്ഛൻ 3:30-4 മണിക്ക് അച്ഛൻ ഭഗവാന്റെ പൂജാധികാരങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഏകദേശം ഒരു 7 മണി ഇവിടെ വന്നതിന് ശേഷം അമ്മ ഇരുന്ന് ചായയും കാപ്പിയെല്ലാം അന്ന് കാലത്തെ കുടിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് അതുപോലെ ഈ BP-യുടെ വാല്യുവേഷൻ ഉള്ളതുകൊണ്ട് അച്ഛൻ എന്നും പ്രാണായാമം ചെയ്യണ സമയത്ത് BP-യുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ശ്വാസഗതി അച്ഛനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ എന്നും
പതുപോലെ കൃത്യമായിട്ട് അച്ഛൻ ബി പിയുടെ ഗുളിക കഴിക്കും. ബി പിയുടെ ഗുളിക കഴിക്കുന്ന ആളാണ്. എല്ലാവരും പറയുന്നത് മനുഷ്യൻ ആയി കഴിഞ്ഞാൽ അസുഖം വരുമില്ലേ? അസുഖമുണ്ടാകും. എല്ലാവർക്കും ഒരു പച്ചയായ മനുഷ്യനല്ലേ ഒരാൾ. അപ്പം അദ്ദേഹം ദൈവമല്ല. ആര്? സ്വാമി എന്ന് പറഞ്ഞാൽ സമാധിയായ സ്വാമി ദൈവമല്ല. അപ്പം പച്ചയായ നമ്മളെ പോലത്തെ സാധാ മനുഷ്യൻ തന്നെ. പക്ഷെ ദൈവത്തിനെ അടുത്തറിഞ്ഞ് ദൈവത്തിനെ കണ്ട് ദൈവത്തിൽ ലയിച്ച ഒരാളെന്നേ ഉള്ളൂ. അതിനു വേണ്ടി പ്രയത്നിച്ചു. ആ പ്രയത്നം ഒരു സമയമായപ്പോൾ അത് സമാധിയായി വിജയിച്ചു. അച്ഛൻ്റെ ആ കഠിന പ്രയത്നം തന്നെയാണ് വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പം അച്ഛൻ അന്ന് പതുപോലെ അച്ഛൻ ഇവിടെ വന്നു. അപ്പോൾ അച്ഛൻ അകത്ത് കയറുന്നില്ല. അന്നായപ്പോഴത്തേക്ക് അമ്മയിരുന്ന് കാപ്പിയും ചായ കുടിച്ചിട്ട് അകത്ത് കയറുന്നില്ല. ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്നു. അപ്പം അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ബി പിയുടെ ഗുളിയും ഇതും വേണമെന്ന് പറഞ്ഞു. ആഹാരം കംപ്ലീറ്റ് കുറയ്ക്കാൻ തുടങ്ങി. ഈ 5 ദിവസം സമാധിക്ക് 5 ദിവസം ആഹാരം കുറച്ച് എന്ത് ആഹാരം വേണ്ടാത്ത എനിക്കിപ്പം ആഹാരം ഇപ്പം വേണ്ട. അപ്പം 5 ദിവസം ഇതിന് 3-ാമത്തെ ദിവസം സമാധിക്ക് 3 ദിവസം അമ്മയോട് പറഞ്ഞ് ഞാൻ സമാധിയാവും എനിക്ക് സമയമായി, ഞാൻ സമാധിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സമാധിയാവണ ദിവസം ഇവിടെ വന്നിരുന്ന് ഗുളികയും ഇൻസുലിൻ ഞാനാണ് ഇൻസുലിൻ വെച്ച് കൊടുക്കുന്നത്. ഇൻസുലിൻ വെച്ച് എൻ്റെ നിന്ന് ഗുളികയും മാച്ച് കുടിച്ചിട്ട് പറഞ്ഞു നീ എനിക്ക് കഞ്ഞി എടുത്തോണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അച്ഛന് വേണ്ടിയിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ കഴിക്കാൻ കണക്കാക്കി പൊടിയൊരു കഞ്ഞി ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആ കഞ്ഞി മറ്റേ ഓട്സ് പോലത്തെ അറിയാമല്ലോ, ആ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം എൻ്റെ ഞാൻ കഞ്ഞി എടുക്കും ഇങ്ങനെ നീ പിടിച്ചരാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ 1 സ്പൂണ് കഞ്ഞി മാത്രം എൻ്റെ നിന്ന് വാങ്ങിച്ച് കുടിക്കണമെന്നുള്ള ഒരു അച്ഛൻ്റെ ആഗ്രഹമാണത്. 1 സ്പൂണ് മാത്രം കുടിച്ചിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞു. മതി, നീ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്താ വെച്ചാൽ ബാക്കി കഞ്ഞി നീ കൊണ്ടുപോകും. എന്നിട്ട് അങ്ങനെ ഇരുന്ന് ഏകദേശം എന്നിട്ട് അങ്ങനെ ഇരുന്ന് ഇവിടെ കസേരയിൽ ചാരി അങ്ങനെ ഇരുന്ന് ആ ക്ഷേത്രത്തിൽ പോയ സാധാരണ ഡ്രസ്സ് മാറണ അച്ഛനാണ്. അപ്പം ഡ്രസ്സ് വന്ന് മാറിയില്ല. ആ ഒരു ക്ഷേത്രത്തിൽ ആ പൂജ ചെയ്ത അതേ വേഷം. അപ്പം അങ്ങനെ ഇരുന്നും കൊണ്ട് അച്ഛൻ എന്താ വെച്ചാൽ ഡ്രസ്സ് മാറാത്ത ഒന്നും വേണ്ടിയില്ല. അങ്ങനെ ഇരുന്ന് കുറേ സമയമായപ്പോൾ ഏകദേശം ഒരു 9:30 10 മണിയാവും. 10 മണിയായപ്പം പറഞ്ഞ് മക്കളെ ഇഞ്ഞ് വാ എന്നെ വിളിച്ച്. അപ്പം ഞാൻ സൊസൈറ്റിയിലൊക്കെ പോയിട്ടൊക്കെ പാലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്ന് മക്കളെ ഇഞ്ഞ് വാ. അപ്പം ഇവിടെ നേരത്തെ പാല് കറന്ന് ഞാൻ വയ്ക്കും. പാലെല്ലാം നേരത്തെ കറന്ന് വെച്ചതിന് ശേഷം ക്ഷേത്രം അടച്ചിട്ടാണ് ഞാൻ പോയി സൊസൈറ്റി കൊണ്ട് കൊടുക്കാൻ പോകണം. അപ്പം ഞാൻ സൊസൈറ്റി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഇഞ്ഞ് വന്നു. മക്കളെ ഇഞ്ഞ് വാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് എന്താ വെച്ചാ എനിക്ക് സമാധിയാവാൻ സമയമായി, എനിക്ക് ഇന്ന് സമാധിയാണ്. അപ്പം നേരത്തെ എനിക്ക് സമാധിയുടെ പണ്ടേ ഈ സമാധിയുടെ ചടങ്ങുകളും സമാധി എങ്ങനെ ആവണമെന്നും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സമാധിയുടെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ എൻ്റെ സമാധിയിൽ ഈ മുഹൂർത്തം ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ഇവിടെ ദുഷ്ട ചിന്തകളുള്ള ആൾക്കാരാണ് അതുകൊണ്ട് എൻ്റെ ആ ഒരു മുഹൂർത്തം തെറ്റും. പക്ഷെ മുഹൂർത്തം തെറ്റി ഈ മുഹൂർത്തം ഇനി കിട്ടാൻ പാടാണ്. മക്കൾ കൊണ്ടൊരു കാര്യം ചെയ്യണം, എൻ്റെ സമാധിക്ക് ഭംഗം വരുത്തരുത്. അത് നിൻ്റെ അടുത്ത് ഞാൻ പറയണ വാക്കാണ്. അപ്പോഴത്തേക്കും ചേട്ടൻ കമ്പനിയിൽ പോയി. ചേട്ടൻ ഇതൊന്നും അറിയണില്ല. ചേട്ടൻ ഇവിടെ തൊഴുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ അങ്ങ് കമ്പനിയിൽ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ട്, അമ്മയുണ്ട്, എൻ്റെ വൈഫുണ്ട്. അപ്പം പറഞ്ഞ് ഇങ്ങനെ എൻ്റെ മുഹൂർത്തം തെറ്റി ഇനി ഇതുപോലെ കിട്ടൂല. അതുകൊണ്ട് എൻ്റെ ഒരു കാര്യം ചെയ്യണം, എൻ്റെ സമാധിക്ക് ഭംഗം വരില്ല. കാലത്ത് നടന്ന സംഭവമാണ്. ഭംഗം വരും, ഭംഗം വരുത്തരുത്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഭഗവാൻ ലയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യണം, ഞാൻ സമാധി ഇരിക്കാൻ വേണം, വാ എന്ന് എന്നെ കൂടെ വന്നു. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ എന്തോലെ എന്നെ വിളിച്ചുകൊണ്ട് നേരെ അങ്ങ് ഇറങ്ങി. ഞാൻ വിളിച്ച് വാ മക്കളെ വാ എന്ന് പറഞ്ഞ് നേരെ അങ്ങ് നടന്നു. ഇവിടുന്ന് നേരെ അങ്ങ് നടന്ന് ഒരുക്കിയിട്ടിരുന്ന ആ ഒരു പത്മപീഠമുണ്ട്. മയിലാടിയിൽ നിന്ന് നേരത്തെ 5 വർഷത്തിന് മുമ്പേ കൊണ്ടുവച്ചിരുന്നു പത്മപീഠം ഇരിക്കാനുള്ള. ആ പത്മപീഠത്തിൽ അച്ഛൻ പത്മാസനത്തിൽ ഇരുന്നറിയല്ല, അതേ ഇതിൽ കയറിയങ്ങിരുന്നു. അപ്പം ഇരുന്നും കൊണ്ട് മക്കളെ വാന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈ വെച്ച് എന്നെയാണ് അനുഗ്രഹിക്കുന്നത്. മക്കളെ അനുഗ്രഹിച്ചപ്പോൾ എനിക്കെന്തോ എൻ്റെ ജീവിതത്തിൽ വേറെ എൻ്റെ ചിന്തകളെല്ലാം ആ സമയത്ത് നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ ഇതിൽ മാത്രമായി ചിന്ത. ഇരുന്ന് അനുഗ്രഹിച്ച് ഇന്നും കൊണ്ടിട്ടാണ് പ്രാണായാമങ്ങൾ തുടങ്ങി. ഇങ്ങനെ പ്രാണായാമം അറിയാലോ, ഈ മുദ്ര അറിയാമല്ലേ പ്രാണായാമം ചെയ്യണം. ഇതാണ് മുദ്ര. അപ്പോൾ ഈ മുദ്ര കൊണ്ട് അച്ഛൻ പ്രാണായാമം ചെയ്യാൻ തുടങ്ങി. ചെയ്തിട്ടാണ് ഈ ഓരോ കലകൾ, ജീവകലകൾ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ഷഡാധാര ചക്രമുണ്ട്. അങ്ങനെ 6 ആധാര ചക്രങ്ങളും ഉണർത്തി പ്രാണനെ ഉയരെ കൊണ്ടുവരും. അതായത് മൂലാധാരത്തിൽ നിന്നും മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ ഇവിടെയാണ്. അതായത് തിലകസ്ഥാനം എന്ന് പറഞ്ഞ് ലലാടകം എന്ന് പറയുന്ന മർമ്മത്തിൽ സുഷ്മിനാകാന്ഡമുണ്ട്. അവിടെ ഒരു പയറുമണി പോലത്തെ ഒരു സാധനമാണ് ഇവിടെ. 3-ാം കണ്ണ് ഇന്ദ്രിയം എന്ന് പറയും. ആ ഇന്ദ്രിയത്തിൽ ഈ ജീവനങ്ങ് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അവിടെ ഭയങ്കര തേജസ്സായിരുന്നു. ശംഖുനാഥം മുഴക്കിക്കൊണ്ട് ചാതുരാഗ പക്ഷി, ഉപ്പം പക്ഷി അറിയാലോ, ആ പക്ഷി മേഘം, അതായത് ഈ സമയം സ്വർഗവാതിൽ ഏകാദശിയുടെ മഞ്ഞ ഗോളമായിരുന്നു ആകാശമണ്ഡലത്തിൽ. പകല് കൃത്യമായിട്ട് ഇതേപോലെ ഒരു മഞ്ഞ ഗോളം അടിച്ച് കിടന്നു. ഞാൻ കണ്ടപ്പോൾ അതായത് 10:30 11 മണി 10:30 അച്ഛൻ 10:30 അച്ഛൻ്റെ ഈ പ്രാണായാമം ചെയ്യാൻ തുടങ്ങിയത് 11:30 സമാധിയായി, ജീവനെ അങ്ങ് ലയിപ്പിച്ച ആശ. അപ്പം ഈ ഒരു മഞ്ഞ ഗോളം അടിച്ച് ആ സ്വർഗവാതിലാകും എന്ന് പറഞ്ഞാൽ സ്വർഗവാതിൽ അങ്ങ് തുറക്കണ സമയമാണ്. ആ സമയം ഒന്ന് അച്ഛൻ അങ്ങ് പ്രാണായാമം ചെയ്ത് ആ ഒരു ജീവകലയിലേക്ക് ഈ പ്രാണനെല്ലാം കൊണ്ടുവന്ന് കുംഭകം ചെയ്യും. ഇങ്ങനെ ഓരോ പ്രാണനെയും ഇങ്ങനെ കുംഭകം ചെയ്ത് ഇങ്ങ് കൊണ്ടുവന്ന് ഈ അമൃതകല 1000 താമരയിലയോടുകൂടി ഇരിക്കുന്ന ഭഗവാൻ ഈ സഹസ്രതല പത്മം എന്ന് പറയുന്നത് കൂടെ ഉണ്ട് നമ്മുടെ ശിരസിൽ. അവിടെ കൊണ്ടുവന്ന് അവിടെയാണ് ശിവൻ ഇരിക്കുന്നത്. എല്ലാവർക്കും ഇരിക്കുന്ന ഭഗവാൻ അവിടെയാണ്. എല്ലാവർക്കും ഉണ്ട്, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. അവിടെ ആ ശിവനിൽ അങ്ങ് ലയിപ്പിക്കുകയാണ്. ആ സഹസ്രതല പത്മത്തിൽ ഈശ്വരനെ അങ്ങ് ലയിപ്പിക്കുകയാണ്. ആ ലയിപ്പിച്ച് ഇതിന് ശേഷം അച്ഛൻ തൻ്റെ ഈ കയ്യെ കണ്ണ് പതുക്കെ അടച്ചിട്ട് ഈ കൈ അങ്ങ് താത്തിട്ട് ഈ അട്ടകം പിടിക്കുക എന്ന് പറയും. ഇങ്ങനെ ഈ കൈ ഇങ്ങനെ പിടിച്ച് മേളിലോട്ട് ബ്രഹ്മത്തിൽ നോക്കി ഈ ഇരുന്ന അല്ലാതെ ഒരു അനക്കം പിന്നെ വേറെ സംഭവിച്ചിട്ടില്ല. എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് മൊത്തത്തിൽ എന്തൊക്കെയാണ് ഇതെല്ലാം. അപ്പം ഈ കണ്ണുകളെ പതുക്കെ അടച്ച് ഈ കൈകളെ താത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തല മേലോട്ടാക്കി ഈ ബ്രഹ്മത്തിൽ അങ്ങ് ലയിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ കൈകൾ അട്ടകം പിടിക്കും പോലെ ഈ അട്ടകം ഇങ്ങനെ പിടിക്കും പോലെ പിടിച്ച് അങ്ങ് ലയിപ്പിക്കുകയാണ്. അപ്പം ലയിച്ച് ഇത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ ശരീരത്തിലെ വാദം, പിത്തം, കഫം ഇങ്ങനെ ഈ 3 നാഡികൾ കഴിഞ്ഞിട്ട് ജീവകലകളിൽ ജീവൻ ഓടുന്ന ഈ നാഡിയുണ്ട്, സ്പന്ദനാഡി. ഈ നാഡി കണ്ടിട്ടുണ്ടോ? ഈ നാഡിയുടെ സ്പന്ദനം നിൽക്കും. ഇടുപ്പ് ഒരു ശകലം പോലും കാണത്തില്ല പ്രാണൻ. ഇത് ഇടുപ്പ് നിൽക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഹൃദയ ഇടുപ്പ് നിൽക്കും. ശ്വാസം കാണത്തില്ല. ഈ ഒരു പ്രാണന്റെ ഈ ഒരു മൂക്കിന്നോ വലകല ഇടകല എന്ന് പറഞ്ഞ് നമുക്ക് 2 പിങ്ങലകളുണ്ട്. പ്രാണൻ ഏതെങ്കിലും തരത്തിൽ ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് കാണത്തില്ല. വയർ അടിക്കുന്ന അതില്ല. കറക്റ്റ് പൊസിഷനിൽ ആശം സമാധിയായി. ആ സമയത്ത് സ്വാമി ആ ബ്രഹ്മത്തിൽ ലയിച്ച സമയം ആ ഒരു പ്രത്യേക ചൈതന്യവും ഒരു പഞ്ചപക്ഷികളെ വിളി നാദങ്ങളും കളകളനാദങ്ങളും കുയിൽനാദങ്ങളും എല്ലാം കൊണ്ട് മുഖരിതമായിരുന്നു ആ സമയം. ഇത് കഴിഞ്ഞ് സമാധിയായിട്ട് ഓരോ ക്രമങ്ങളും പൂജാക്രമങ്ങളും കഴിഞ്ഞതിന് ശേഷം ഭസ്മം നിമഞ്ജനം ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാത്രിയുടെ യാമ ആകുമ്പോഴല്ലാതെ എൻ്റെ ഭസ്മം ഇട്ട് തുടങ്ങാൻ പാടില്ല. 3:30 തിരിച്ച് 3:30 ബ്രാഹ്മ മുഹൂർത്താകുമ്പോഴേ എനിക്ക് ഉയരപ്പാകുന്ന നപുംസക, ഇവരെല്ലാം കൂടെ കളിയാക്കിയ കല്ല് സ്ലാബിട്ട് മൂടി എന്ന് പറഞ്ഞ ഒരു നപുംസക ശില എന്ന് പറയുന്ന ഒരു ശിലയുണ്ട്. അതെല്ലാം അളന്നു കൊണ്ടുവച്ച സാധനമായിരുന്നു. ഇത് എൻ്റെ ഭസ്മ ഇട്ട് തീർന്ന അനാഗത ചക്രം വരെ അതിൻ്റെ പുറത്താണ് ശിവലിംഗം സ്ഥാപിക്കുന്നത്. അപ്പൊ ആ ശില പാകുന്നത് 3:30 ബ്രാഹ്മ മുഹൂർത്തം ആവുമ്പോൾ പാകണം. ആ സമയത്തെ നിങ്ങൾ ഇടാവും. അപ്പോൾ 9:30 ശേഷം ഭസ്മങ്ങൾ ഇട്ട് തുടങ്ങാവും. കാലത്തെ സമാധിയായ ആളാണ്. 9:30 എൻ്റെ പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഭസ്മം, കർപ്പൂരം, സുഗന്ധദ്രവ്യങ്ങൾ ഇടാൻ തുടങ്ങുന്നത് ഈ സമയത്തായിരിക്കണം. അപ്പം ആ സമയത്ത് നമ്മൾ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഇട്ട് ഈ അനാഗത ചക്രം വരെ ഇട്ട് മൂടാൻ പോകും. അനാഗത ഇട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം നമ്മൾ 9:30 ഈ ഭസ്മം ഇടാൻ തുടങ്ങി. അനാഗത ചക്രം വരെ ഇട്ട് നമ്മൾ ആയി. ആ സമയത്ത് മൂടി ഈ നപുംസകശില 3:30 കഴിഞ്ഞ് ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങിയതിന് ശേഷം നപുംസകശില ഇടണം. അതുവരെ അച്ഛൻ്റെ ചടങ്ങുണ്ടായിരുന്നു. അതെല്ലാം ആ സമയം വരെ എല്ലാം പറഞ്ഞു തന്നു. ആരും ഇല്ലായിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നു. അമ്മയും എൻ്റെ വൈഫും വന്ന് തൊഴാനും എല്ലാ ചടങ്ങിന് തൊഴാനും എടുക്കാനും വന്നായിരുന്നു. വെളുപ്പാങ്കാലം നേരം പുലരുന്ന 3:30 അതിനുശേഷമാണ് നമ്മൾ ഈ കാണില്ലേ ഫ്ലക്സ് ഇവിടെ കൊണ്ടുവന്ന്. അതിനുശേഷം ചേട്ടായി കാലത്തെ കമ്പനിയിൽ നിന്ന് ഞാൻ അച്ഛൻ സമാധി ആയതിനു ശേഷം ചേട്ടനെ വിളിച്ച് പറയട്ടെ, നീ അച്ഛനെ കാണണമെന്ന് പറയണത്, നീ ഓടി വാന്ന് പറഞ്ഞു. ഇന്നെ കാണാൻ പോകുമെന്ന് പറഞ്ഞില്ല. ചേട്ടൻ അപ്പോഴാണ് അറിയണത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു അച്ഛൻ സമാധിയായി, കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമുക്ക് ഇന്നതുപോലെ അച്ഛൻ പറഞ്ഞ ചടങ്ങുകളെല്ലാം നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ചേട്ടൻ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ 3-3:30 ആയപ്പം ഒരു നെയ്യാറ്റിൻകര ഒരു ഇത് കയറി DTP അവിടെ കയറി ഒരു ഫ്രണ്ട് എടുത്തിട്ടാണ് വെളുപ്പാങ്കാലമാണ് 3:30 നമ്മൾ പോയി ഒട്ടിക്കണം. 3:30 വെളുപ്പാങ്കാലം 3:30 ഇവരെ എപ്പോഴാണ് ബാക്കിയുള്ളവർ അറിയുന്നത്. അങ്ങനെ നമ്മൾ ആരെയും അറിയിച്ചില്ല. ആ സമയത്ത് എൻ്റെ മുഹൂർത്തം തെറ്റരുത്, നിങ്ങൾ അങ്ങനെ. അപ്പം പിറ്റേന്ന് എല്ലാവരും കാണാനില്ലേ ഫ്ലക്സ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മുടെ പറഞ്ഞത്, അതായത് എൻ്റെ സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട്
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അറിയിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിക്കാതെ ഇരിക്കുക, അത് നിങ്ങളെ ഇഷ്ടമാണ്. അത് പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അറിയിച്ചാൽ മതി, ഇല്ലെങ്കിൽ അറിയിക്കണ്ട. പക്ഷേ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു എല്ലാവരും അറിയണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാം ഫ്ലക്സ് എല്ലാം കൊണ്ടടിച്ച് നേരം വെളുത്തിട്ട് വാർഡ് കൗൺസിലറെ വിളിച്ച് പറഞ്ഞു. നമ്മൾ നേരം വെളുത്തതെന്ന് പറഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വാർഡ് കൗൺസിലർ വിളിച്ച് പറഞ്ഞു അച്ഛൻ ഇതേപോലെ സമാധിയായി. അവരൊന്നും പ്രശ്നം, അവർ വേറെ കുഴപ്പമൊന്നും ശരിയെന്ന് പറഞ്ഞു. ഒരു 10-11 മണി ആയപ്പോഴത്തേക്കും ഇവിടെ ആളുകളെ കൊണ്ടങ്ങ് നിറയാൻ തുടങ്ങി. അപ്പോൾ വാർഡ് കൗൺസിലർ വിളിച്ചിട്ട് എന്തിനാണ് വിഷയം? ഞാൻ പറഞ്ഞു ഇന്നതുപോലെയാണ്. അയ്യോ അവരെന്തിനു ചുമ്മാ. അപ്പം എന്നിട്ടും പറഞ്ഞ് കേസ് അവരിട്ട്. അവർ പറഞ്ഞു കൊടുക്കൂല, സ്വാമി സമാധിയാവുമെന്ന് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളും മറ്റൊന്ന് പോലീസ് ഒന്ന് ചോദിച്ചു. നമ്മളെക്കുറിച്ച് എല്ലാവർക്കും പോലീസുകാർക്ക് നമുക്ക് ഒരു ക്രൈമിലോ ഒരു വെള്ളമടിയോ ഒരു സിഗരറ്റ് കൂടിയോ അങ്ങനത്തെ ഒരു വിഷയങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒരു കേസിലോ നമ്മളൊന്നുമില്ല, ഒരു കാര്യത്തിനുമില്ല. നമ്മൾ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. ക്ഷേത്രത്തിൻ്റെ ആളാണ്, സ്വാമിയെ ചുമട്ടുതൊഴിലാളിയായിരുന്നു, സ്വാമിയെ പണ്ടത്തെ സ്വാമിയാണ്, സ്വാമിക്ക് ഒരുപാട് കാര്യങ്ങളാണ്, സ്വാമി സമാധി ആയതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് സാറ് വന്ന് പറഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 5 പേരെയെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ ഒരു 2 പേരെയെങ്കിലും നിങ്ങൾ നിർത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമുക്ക് അറിഞ്ഞുകൂടാ, എനിക്കോ എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ സമാധിയുടെ നമുക്ക് ആ ചിന്തകൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ അവിടെ പോയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് സംഭവം, നാട്ടുകാരാണ് പ്രശ്നം, ഇത് പ്രശ്നം നാട്ടുകാർക്ക് ആണ് പ്രശ്നം. അതുകൊണ്ട് ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കണം, എടുക്കണം, പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ 10 ദിവസം പൂജ ചെയ്യാൻ പറ്റി. അന്ന് ഈ ധനുമാസ തിരുവാതിരയും ഭഗവാന്റെ ശിവചൈതന്യം ഏറുന്ന സമയമാണ്. ധനുമാസ തിരുവാതിരയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. 5ാമത്തെ ദിവസം ധനുമാസ തിരുവാതിരയായിരുന്നു. അപ്പോൾ അത് 5 ദിവസത്തെ പൂജ കൊടുക്കാൻ പറ്റി. 5, 7, 8 ദിവസം വരെ നല്ല ഭഗവാന് യോഗീശ്വരന് നല്ല ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ ഇനി ക്ഷേത്രത്തിലെ യോഗീശ്വരനാണ്, ശിവനിൽ ലയിച്ച ആളാണ്, ലിംഗപ്രതിഷ്ഠ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ശിവനിൽ ലയിച്ചാണ്. അപ്പം പൂജയും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ യഥാർത്ഥം പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെയും നമുക്കൊരു ഉൾവിളി ഉണ്ടായി, ഇത് ലോകത്തിന് സത്യം പറഞ്ഞു കൊടുക്കണമല്ലോ, സത്യം അറിയിക്കണമല്ലോ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വെറുതെ ചെന്ന് തൂങ്ങിച്ചത്ത അല്ലെങ്കിൽ വിഷമടിച്ചത്ത നമ്മൾ ലോകം പിന്നെ അറിയില്ലല്ലോ. അപ്പോൾ ഇത് അറിയണം, നമ്മൾ തെറ്റ് ചെയ്തിട്ടും ലോകം അറിയണം. അതുകൊണ്ട് ഒരാൾ ഈശ്വരനെ ലയിച്ച ആളാണല്ലോ. അപ്പോൾ ലയിച്ച ആളിൻ്റെ അടുത്ത് ദേഹത്ത് എന്തെങ്കിലും ചെയ്തിട്ടൊന്നും പ്രയോജനമൊന്നുമില്ല. ഒരാൾ ഭഗവാന് ലയിച്ചു, പിന്നെ ആ ജഡപദാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഒരു പ്രയോജനമില്ല. അവർ നമ്മൾ പറഞ്ഞ സമാധി എങ്ങനെയാണോ നമ്മൾ തുടക്കം മുതൽ മൊഴി കൊടുത്തു, നമ്മൾ അതേ പൊസിഷനിലാണ് തന്നെ അച്ഛൻ ഇരിക്കുകയാണ്. നൂത്തിട്ടാണ് കൊണ്ടുപോയത്. അപ്പം അച്ഛൻ ഇരുന്ന അതേ പൊസിഷൻ അനങ്ങൂല. ഭസ്മത്തിലിരിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ഒരവസ്ഥയും അതാണ് പറയുന്നത്. വർഷങ്ങളോളം ഇരുന്നാൽ പോലും ഈ ഭസ്മം, ചന്ദനം, കർപ്പൂര, സുഗന്ധദ്രവ്യങ്ങളിൽ ഇത് നമ്മൾ ഒരാൾ സമാധിയിൽ ലയിക്കുന്ന ആൾ വർഷങ്ങളോളം കഴിഞ്ഞാൽ അതേ പൊസിഷനിലിരിക്കും, ഒന്നും ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആ ശരീരം അങ്ങനെ അവർ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശരീരം അങ്ങനെ തന്നെയാണ് തുടർന്നത്. ലോകത്തിനോടത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും മാധ്യമധർമ്മം മറന്നുകൊണ്ടിരിക്കുന്നത് സംഭവം കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഒരു മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ സത്യത്തെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കുക, അതാണ് മാധ്യമധർമ്മം. സത്യത്തെ കണ്ടെത്താതെ നാട്ടുകാർ പറയുന്നതും അല്ലെങ്കിൽ ഒരു മായാബന്ധത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന ഒരു ആശ്രമവാസി പോലെ ജീവിക്കുന്ന ഒരു കുടുംബം അപ്പോൾ എങ്ങനെയാകും? അത് അവർക്ക് നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ സത്യം അറിഞ്ഞിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പ് കൊടുക്കാതെ അവർ പറയുന്ന, അതായത് മറ്റുള്ളവർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ധനത്തിന് വേണ്ടി അതായത് ധനമുണ്ടാക്കി ഒരു കുടുംബത്തെ നശിപ്പിക്കാവുന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മാധ്യമങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും ഈ കാണിക്കാൻ പാടില്ല. ഇനി മനുഷ്യരോട് മനുഷ്യധർമ്മം നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ധർമ്മം ഇല്ലാതായി പോയിപ്പോവും, അനാചാരങ്ങളുണ്ടാവും. അപ്പം ഒരു സത്യത്തെ ഇനിയെങ്കിലും മാധ്യമങ്ങൾ ചെയ്യാനുള്ളത് സത്യം അറിഞ്ഞിട്ട് സമൂഹത്തിൻ്റെ മുമ്പ് അത് പ്രദർശിപ്പിക്കുക. അല്ല സത്യം അറിയാതെ വല്ലവരും പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇറങ്ങരുത്. ഒരു ക്ഷേത്രമുണ്ടെന്നുള്ളൊരു മുൻഗണന അവർ ചെയ്തിട്ടില്ല. നല്ലൊരു കുടുംബമാണ്, ഒരു കുടുംബത്തെയാണ് അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത്, നശിപ്പിച്ചു. ശരിക്കും നമ്മുടെ മാനസികമായും ശാരീരികമായും എല്ലാം നമ്മളെ ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞു. അത് ഈശ്വരൻ തന്നെയാണ് പിടിച്ചു നിർത്തിയത്, പിടിച്ചു നിർത്തിയത് ആ ഭഗവാനാണ്. അപ്പോൾ ഇനിയെങ്കിലും ആ മാധ്യമധർമ്മം പാലിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സത്യത്തെ കണ്ടെത്തിയിട്ട് മറ്റുള്ളവരുടെ മുമ്പ് പറയുക.
ജനങ്ങളുടെ മുമ്പേ പറയും. സത്യം കാണാതെ ഒരു മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇതിനെല്ലാം ആരെയെല്ലാം ഈ മഹാപാവങ്ങളെല്ലാം അവരെന്ത് ചെയ്യുമായിരുന്നു? ഈ പാപകർമ്മങ്ങളെല്ലാം എത്ര അഗ്നിയിൽ അവർ ശുദ്ധീകരിച്ച് അവർക്ക് മാറും. ഈ ലോകത്തിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു മാധ്യമധർമ്മം, ഇങ്ങനെ ഒരു ധർമ്മം അവർ ചെയ്യണം. ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കലും ആരും വിജയിക്കാൻ പോണില്ല. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും മഹാഭാരത യുദ്ധം ജയിച്ചു. 5 പാണ്ഡവന്മാർ ചേർന്ന് മഹാഭാരത യുദ്ധം ചെയ്തു. മറ്റവർ 101 പേരുണ്ടായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ വന്നത്. ഈ ക്ഷേത്രനടയിലും പരിപാവനമായ ഈ പുണ്യഭൂമിയിൽ നടന്നത് അത് തന്നെയാണ്. നമ്മൾ 5 പേരേ ഉള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന 101 പേര് അവർ അധർമ്മത്തിനെതിരെ നിന്നു, നമ്മൾ ധർമ്മത്തിനെതിരെ നിന്നു. ധർമ്മം അന്നും ജയിച്ചു, മഹാഭാരത യുദ്ധം നടന്ന അന്നും ജയിച്ചു. ഇന്നും അതേപോലെ ആ സത്യവും ധർമ്മവും തന്നെയാണ് ജയിച്ചത്. ഈശ്വരൻ ജയിച്ചു. മഹാഭാരത യുദ്ധത്തിൽ ഈശ്വരനായിട്ട് ശ്രീകൃഷ്ണനുണ്ടായിരുന്നു, ആ വിഷ്ണു ഭഗവാൻ ഉണ്ടായിരുന്നു. നമ്മളെ കുടുംബത്തിൽ ഈ ഒരു പ്രശ്നം നടന്നപ്പം നമ്മളെ കൂടെ സാക്ഷാൽ കൈലാസനാഥനായ ഭഗവാൻ പരമശിവൻ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയുള്ള വ്യത്യാസം പ്രേക്ഷകർക്കറിയാമല്ലോ. i2v ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ധവിശ്വാസങ്ങൾക്ക് എതിരാണ്. അതിനെ ഒരു കാരണവശാലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മുടെ നാട്ടിൽ മാരകമായ ആത്മീയ കച്ചവടങ്ങളും വിശ്വാസ തട്ടിപ്പുകളും നടത്തുന്നവർ നിരവധിയുണ്ട്. അവരാരും പക്ഷേ പിടിക്കപ്പെടാറില്ല, അവരെ ആരും വിമർശിക്കാറുമില്ല. എന്നാൽ ദൈവത്തെ വിളിക്കുകയും പ്രാണനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുകയും തനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയും സ്വജീവൻ തന്നെ ഈശ്വരന് സമർപ്പിച്ച ഒരാളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയുമാണ് എല്ലാവരും ചേർന്ന് വേട്ടയാടിയത് എന്ന് നാം തിരിച്ചറിയണം. വിശ്വാസ തട്ടിപ്പുമായി ഇദ്ദേഹം ആരെയും സമീപിച്ചിട്ടില്ല എന്നും നാം മനസ്സിലാക്കണം. i2v ന്യൂസ് ഇപ്രകാരം ഒരു വാർത്ത ചെയ്യുവാൻ കാരണം ഗോപൻ സ്വാമിയുടെ കുടുംബം എന്തായിരുന്നു, അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്, എങ്ങനെ അവർ ജീവിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രമാണ്. ഇവർ സമാധി എന്ന് പറയുന്ന ആ ചടങ്ങിന് ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ രാജസേനന്റെ മൊബൈൽ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വിളിക്കേണ്ടവർക്ക് വിളിക്കാവുന്നതാണ്. അവസാനിപ്പിക്കുകയാണ്. ആവശ്യത്തിലേറെ ആ കുടുംബം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരെ ആരും ദയവായി വേട്ടയാടാതിരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.